ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകണം എന്താ അറിയോ, നമ്മൾ ഈ ചെറിയ ചെറിയ കണ്ണിമാങ്ങ വീണെടുക്കും കിട്ടൂലേ. ഈ കണ്ണിമാങ്ങ നമുക്ക് വർഷങ്ങളോളം കേടുകൂടാതെ എത്ര വേണമെങ്കിലും ഇരിക്കൂട്ടാ. നമുക്ക് ആവശ്യമുള്ള ടൈമിൽ മാത്രം നമുക്ക് അച്ചാറിട്ടാൽ മതി. ചെറിയ ചെറിയ കണ്ണിമാങ്ങയൊക്കെ കണ്ട. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇത് ഓരോ ദിവസവും നമുക്ക് ഇത്രയും കണ്ണിമാങ്ങ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഇതുപോലെ നുറുക്കും, ചെറുതാക്കി നുറുക്കിയിട്ട് നമ്മൾ ഉപ്പിട്ടിട്ട് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കണേ. നന്നായിട്ട് ഉണക്കി കഴിഞ്ഞിട്ട് നമുക്കിത് ഈ ഒരു പരുവം ഞാൻ ഉണക്കി വെച്ചതാണ് കണ്ട. ഇങ്ങനെ ആവും. ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വർഷങ്ങളോ ഇതാ കണ്ട, ഒരു ബോക്സിൽ നമ്മളിങ്ങനെ ഇട്ട് വെക്കണം കണ്ട. അപ്പോൾ എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഈ കണ്ണിമാങ്ങ അങ്ങനെ ഇരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള സമയത്ത് മാത്രം നമുക്ക് അച്ചാറിട്ടാൽ മതി. കറിയിലിട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഞങ്ങളിത് അച്ചാറിടാൻ യൂസ് ചെയ്യുക കണ്ട. നല്ല ഇതായേക്കണം, ഉണങ്ങിക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല വെയിലുള്ള ടൈമിൽ നമുക്ക് ഇതുപോലുള്ള കണ്ണിമാങ്ങകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മുറിച്ച് പിന്നെ ഇതേപോലെ നുറുക്കി കുറച്ച് ഉപ്പിടണം കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ട് ചെറുതും വലുതൊക്കെ ഉണ്ടാവും കണ്ട. നല്ല ചെറുതൊക്കെ ഉണ്ട്. ഏതാണെങ്കിലും നമ്മൾ പെറുക്കി കൊടുത്തിട്ട് നുറുക്കിയിട്ട് ഉപ്പിട്ടിട്ട് വെയിലത്ത് വെച്ച് ഉണക്കൂട്ടാം. കുറച്ച് ഉപ്പിട്ടാൽ മതി. വെയിലത്ത് വെച്ചിട്ട് നല്ലോണം ഉണക്കിയാൽ നന്നായി ചെറുതാക്കി കഷ്ണിച്ചാൽ വേഗം ഉണങ്ങും. ഇത് കുറച്ച് വലുതാക്കി മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പീസാണെങ്കിൽ കണ്ട, ഇതൊക്കെ ഒരുവിധം ഒന്നും കൂടി ചെറുതാണ്, പക്ഷേ ഉണങ്ങി കഴിയുമ്പോൾ നല്ല ചെറുതാവും കേട്ടോ കണ്ട. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഉണക്കിയിട്ട് നമുക്ക് ബോക്സിലാക്കിയിട്ട് സൂക്ഷിക്കാം. അതിൻ്റെ ഇപ്പോൾ ഞാൻ ഒരു മാങ്ങയും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഈ മാങ്ങയുടെ പേരാണ് കറുത്ത മൂവാണ്ടെന്നാണ് പറയട്ടോ. ഇത് കണ്ടാൽ എന്തൊരു ഭംഗിയാലേ മാങ്ങ. പക്ഷേ ഈ മാങ്ങ നമുക്ക് കഴിക്കാൻ പറ്റില്ല, കാരണം ഇതിൽ നിറച്ച് പുഴുവായിരിക്കും. കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ട. ഈ മാങ്ങ ചിലപ്പം പുറത്ത് ഒരു കേടും ഉണ്ടാവില്ല, പക്ഷെ ഉള്ളിൽ ഫുള്ള് പുഴുവായിരിക്കും. അപ്പോൾ ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറ് കറിയിലിടാൻ വേണ്ടിയിട്ട്, ചമ്മന്തി അരക്കാൻ അങ്ങനെയൊക്കെ കേട്ടോ നമ്മൾ യൂസ് ചെയ്യാറ്. ഇത് മൂത്താൽ നമുക്ക് ഉപ്പൊക്കെ കൂട്ടി തിന്നുകയും ചെയ്യാം. പച്ചയിൽ നല്ല കട്ടപ്പുളിയായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ മാവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മാവ് ഇതാട്ടെ, ചെറിയ ചെറിയ ഇലയായിരിക്കും ആ മാവ് കണ്ട. ഇഷ്ടംപോലെ മാങ്ങ കഴിക്കൂട്ടാ അതിൽ. പക്ഷേ ഇതാ നല്ല പുളിയായിരിക്കും. കറിയിൽ നമ്മൾ ഇടണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് എന്താ പറയുക, കറി നല്ലോണം തിളച്ചതിന് ശേഷം ഇട്ടാൽ മതി. കാരണം പെട്ടെന്ന് അന്ന് അലിഞ്ഞു പോവും. നന്നായിട്ട് വേവണം മാങ്ങയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ. അസ്സലാമു അലൈക്കും.